നമസ്കാരം. കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇലക്ഷന് വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് റബ്ബറിന്റെ വിലയെക്കുറിച്ചും അതുപോലെ തന്നെ പിൽഗ്രിം ടൂറിസം സർക്യൂട്ടിനെ കുറിച്ചും നെല്ല് കർഷകന്റെ പ്രശ്നങ്ങളെക്കുറിച്ചും ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് മുമ്പോട്ട് വയ്ക്കുകയുണ്ടായത്. കഴിഞ്ഞ ദിവസം ഞാൻ റബ്ബർ ബോർഡ് ചെയർമാനുമായും അതുപോലെ തന്നെ രാജ്യമൊക്കെയായി റബ്ബറിന്റെ വിഷയം വീണ്ടും ഞാൻ ചർച്ച ചെയ്യുകയുണ്ടായി. റബ്ബർ കോമ്പൗണ്ട് ഏഷ്യൻ കൺട്രീസിൽ ഒഴികെ ബാക്കിയുള്ള എല്ലാ കൺട്രീസിനുള്ള ഇമ്പോർട്ട് നടക്കുമ്പോൾ അതിന് ഡ്യൂട്ടി ഈടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം വില സാധാരണഗതി ഈ ഇന്റർനാഷണൽ മാർക്കറ്റിലുള്ളതിനേക്കാൾ കൂടുതൽ വില കിട്ടേണ്ടതാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ അതിനകത്ത് ചെറിയ ഒരു ചെറിയ ഒരു തിരുത്തിലൂടെ വരുത്തേണ്ടതുണ്ട്. കാരണം ഏഷ്യൻ കൺട്രീസിൽ നിന്ന് ഇപ്പോഴും ഈ പറയുന്നത് ഇമ്പോർട്ട് നടക്കുന്നുണ്ട്. ആ ഇമ്പോർട്ട് ഒഴിവാക്കുവാനുള്ള കാര്യങ്ങൾ ഡിസ്കഷൻ വന്നിട്ടുണ്ട്. അതിന് ഡ്യൂട്ടി കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ അടുത്ത ദിവസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതിനുള്ള കാര്യങ്ങൾ അടുത്ത ദിവസങ്ങൾ ഉണ്ടാകും. റബ്ബർ കർഷകന്റെ പ്രശ്നം എന്താണെങ്കിലും ഈ ഇലക്ഷൻ കഴിഞ്ഞ് ഞാൻ ജയിച്ചു വന്നാൽ 100% പരിഹരിക്കപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ ലവ് ജിഹാദ് നിങ്ങൾക്കറിയാം. ഇവിടുത്തെ ഈ പറയുന്ന രണ്ട് മുന്നണിയിലുള്ള രണ്ട് സ്ഥാനാർത്ഥികളും ഇതിനെപ്പറ്റി ഒരു വാവ് തുറക്കാൻ വേണ്ടി പോലും തയ്യാറാവുന്നില്ല. ഇവിടെ ഒരു പള്ളിയിൽ അച്ഛനെ പോയി പള്ളി അറ്റാക്ക് ചെയ്യുകയും അച്ഛനെ ഉപദ്രവിക്കുകയും ചെയ്തിട്ടും അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയുവാനോ അതിനെതിരെ പ്രതികരിക്കുവാനോ ഇവരാരും തയ്യാറാവുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സഭകൾക്കൊപ്പം ഇങ്ങനെയുള്ള തീവ്രവാദികൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് തന്നെയായിരിക്കും എന്റെ ഭാഗത്ത് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അത് 100% ഉറപ്പ് സഭകൾക്ക് ഞാൻ നൽകുകയാണ്. അതുകൂടാതെ നെല്ല് കർഷകന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ന് വാല്യൂ ആഡഡ് പ്രോഡക്ട്സുകൾ ഉണ്ടാക്കുവാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ നെല്ല് കർഷകന്റെ അല്ലെങ്കിൽ കൃഷിയിടങ്ങൾക്ക് അടുത്തായിട്ട് നമുക്ക് ഇന്നില്ല. ഇന്ത്യ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളിൽ ഒന്നാണ് ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ എന്ന് പറയുന്നത്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് പ്രോജക്റ്റുകൾ, അതായത് ഫുഡ് പാർക്കുകൾ ഉണ്ടാക്കുവാനുള്ള പ്രോജക്റ്റുകളുണ്ട്. ആ പ്രോജക്റ്റുകൾ ഇവിടെ കൊണ്ടുവന്ന് നെല്ല് കർഷകന് ഇന്ന് കിട്ടുന്ന നല്ല വില അവർ ഉദ്ദേശിക്കുന്ന വിലയിലേക്ക് എത്തിക്കുവാൻ എനിക്ക് കഴിയും. അത് നടപ്പിലാക്കുകയും ചെയ്യും. 10% ഡ്യൂട്ടി മാത്രമുണ്ട്. ഈ കോമ്പൗണ്ട് റബ്ബർ എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന യഥാർത്ഥത്തിൽ കോമ്പൗണ്ട് റബ്ബർ അല്ല, നാച്ചുറൽ റബ്ബർ തന്നെ. അതിനകത്ത് ചില കളർ കലർത്തി അവർ കോമ്പൗണ്ട് റബ്ബർ എന്ന വ്യാജേന ഇമ്പോർട്ട് നടക്കുന്നതാണ്. ആ ഇമ്പോർട്ടിനെ തടയുക, അതിന് ഡ്യൂട്ടി വയ്ക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അത് നിസ്സാരമായി ചെയ്യാവുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ അദ്ദേഹവുമായി ഡിസ്കസ് ചെയ്തു. അതുപോലെ ടെലിഫോണിലൂടെ ഞാൻ പീയൂഷിയെ വിളിച്ചിരുന്നു. അതുകൂടാതെ ഞാൻ നഡ്ഡാജിയുമായി ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഒരു കാരണവശാലും ലവ് ജിഹാദ് വിഷയം വളരെ സജീവമായി ഇന്ന് നിലനിൽക്കുന്ന വിഷയമാണ്. ഇതിനെക്കുറിച്ച് ഇപ്പം ഈ പറയുന്ന ഇലക്ഷൻ ആയതുകൊണ്ട് ആരും പറയാൻ, ഈ പറയുന്ന രണ്ട് സ്ഥാനാർത്ഥികളും ഇതിനെക്കുറിച്ച് എന്താ ഒരു അക്ഷരം പോലും ഇണ്ടാത്തത്? ലവ് ജിഹാദ് ഉള്ളതുകൊണ്ടല്ലേ ഈ പറയുന്ന ഇലക്ഷൻ സമയത്താണല്ലോ ഈ കേരള സ്റ്റോറി ഇടുക്കി കാണിച്ചത്. അപ്പോഴത്തേക്ക് എന്തുപറ്റി വിവാദമായ വിഷയമല്ലേ? അപ്പൊ അതെങ്ങനെ വിവാദമാകാതിരിക്കുന്നു? വളരെ വിവാദമായിട്ടുള്ള വിഷയമായിരുന്നു ലവ് ജിഹാദ്. സഭകൾ അവിടെ നിന്ന് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അതൊന്ന് വിവാദമല്ലാത്ത സ്ഥാനം ഞാനെന്തോ വിവാദമാക്കി കൊണ്ടുപോയി വന്ന പോലെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ലവ് ജിഹാദ് ഈ ഇലക്ഷൻ സമയത്ത് ഏറ്റവും വിവാദമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ കേരള സ്റ്റോറി കാണിച്ച സമയത്ത് ഇത്രയും കൂടുതൽ എല്ലാവരും ഇത്രയും കൂടുതൽ പ്രഖ്യാപനം നടത്തിയതിന്റെ കാരണം അത് ചില ന്യൂനപക്ഷമായിട്ടുള്ള ചില ആളുകൾ കാണിക്കുന്ന കുഴപ്പങ്ങളെ തുറന്നു കാട്ടി അതിന് വിരോധം ഉയരുന്ന കാര്യമില്ല. അത് ഫാക്റ്റാണ് എന്നുള്ളത് കേരളത്തിന്റെ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്തിരുന്ന, ഏറ്റവും കൂടുതൽ ഇന്ത്യ മുഴുവൻ അറിയപ്പെട്ട AK ആന്റണി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് നമ്മളോട് പറഞ്ഞത് ഇതിവിടെ ഉണ്ട് എന്ന്. അതുകൂടാതെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും നല്ല സ്ഥാനങ്ങളിൽ ഇരിക്കുകയും കേരളത്തിൽ തന്നെ ഏറ്റവും പേരുകെട്ട പോലീസ് ഓഫീസർമാരാണ് ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഇരിക്കുന്ന ഗവൺമെന്റിൽ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അവർ ജോലി ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് തുറന്നു പറയാൻ പറ്റത്തില്ല എന്ന് മാത്രം. തീർച്ചയായിട്ടും പല സഭകളും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്രൈസ്തവ വിഭാഗത്തിലുള്ള ഒരുപാട് ആളുകൾ. കാര്യം ഈ പറയുന്ന രണ്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സഭകളുടെ വിഷയങ്ങൾ അഡ്രസ് ചെയ്യുന്ന പോലുമില്ല. അവിടെ റബ്ബറിന്റെ വിഷയം അഡ്രസ് ചെയ്യുന്നില്ല, ഈ ലവ് ജിഹാദ് വിഷയം അഡ്രസ് ചെയ്യുന്നില്ല,
ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും അവർ പറയാൻ തയ്യാറാകാത്ത ആളുകളെ എന്തിന് ക്രിസ്ത്യൻ സഭകൾ സപ്പോർട്ട് ചെയ്യണം? ആ സഭകൾ ഇന്ന് പലരും ഓപ്പണായിട്ട് വന്ന് സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനോടൊപ്പം തന്നെയാണ് മഞ്ഞക്കടമ്പിലും വന്ന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുണ്ടായത്. അങ്ങനെയുള്ള ഒരു ഉറപ്പും കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന് ഇത്രയും നാളും കിട്ടിയിട്ടുള്ള അവഗണന ഇങ്ങനത്തെ പ്രശ്നങ്ങളെ കൊണ്ട്, പ്രത്യേകിച്ച് മാത്രമല്ല അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ പറയുന്ന രണ്ട് ആളുകൾക്കും കഴിയില്ല എന്ന് പരിപൂർണ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് കടന്നു വരാൻ സാഹചര്യം ഉണ്ടായത്. ഈ രണ്ടാളുകളും ഈ പറയുന്ന ക്രിസ്തീയ സഹോദരന്മാർക്ക് വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്നതെന്ന് പറഞ്ഞാണല്ലോ കേരള കോൺഗ്രസിൽ ഉണ്ടാക്കിയത് തന്നെ. കേരള കോൺഗ്രസിൽ അവരുടെ മുദ്രാവാക്യങ്ങളും അവർ പറഞ്ഞ റബ്ബർ വിഷയങ്ങളുമാണല്ലോ മുമ്പോട്ട് വെക്കുന്നത്. ഈ റബ്ബർ വിഷയത്തിൽ എന്താണ് അവരെടുക്കുന്ന നിലപാട്? വില കൂട്ടുന്നതിനെ കുറിച്ചോ കുറച്ചതിനെ കുറിച്ചോ പറയാൻ അവർ തയ്യാറല്ല. ഒരു കത്തെഴുതിയുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് നടക്കാൻ വേണ്ടി പോകുന്നില്ല. അതുകൂടാതെ ലവ് ജിഹാദ് വിഷയം വന്ന് ഇവിടുത്തെ എല്ലാ ബിഷപ്പന്മാർക്കും എതിരെ ഇത്രയും മോശമായിട്ട് പ്രശ്നങ്ങളുണ്ടായി. അതുകൂടാതെ പള്ളിയിൽ കയറി അവിടെ അറ്റാക്ക് നടന്നിട്ട് പോലും അതിനെതിരെ പ്രതികരിക്കാത്ത ആളുകളുടെ കൂടെ എന്തിനാണ് അങ്ങനെ സഭ നിൽക്കേണ്ട ആവശ്യം? എനിക്കറിയില്ല. കാരണം വെച്ചാൽ അത് BJP ആണ് ഓരോ സ്ഥലത്ത്. ഞങ്ങള് നഡ്ഡാജി വന്നു, അദ്ദേഹം വരുന്ന തീരുമാനിക്കുന്നത്. നഡ്ഡാജിയാണോ വരേണ്ടത്, പ്രധാനമന്ത്രിയാണോ വരേണ്ടത് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ കോൺഗ്രസിന്റെ ഇവിടുത്തെ BJPയുടെ ലീഡർഷിപ്പാണ്. അത് ഓരോ സ്ഥലത്തു നിന്നുള്ള ആളുകളെ ഓരോ സ്ഥലത്തേക്ക് ഡിപ്യൂട്ട് ചെയ്താണ് ചെയ്യുന്നത്. ഓരോ പ്രവർത്തകരുള്ള സ്ഥലത്തേക്ക് അദ്ദേഹം വിടുന്നുള്ളതിന് അപ്പുറത്തേക്ക് വരെ കാര്യമില്ല. ഇന്ത്യ ടുഡേയുടെ TV നിങ്ങളെടുത്ത് കാര്യം, കേരളത്തിലെ TVക്കാരെന്നും വളച്ചൊടിച്ചാണല്ലോ വെക്കാറുള്ളത്. ഇന്ത്യ ടിവിയുടെ തന്നെ ഇന്ത്യ ടുഡേയുടെ അവരുടെ ഒരു ഇവാലുവേഷൻ ഉണ്ടായിരുന്നല്ലോ. അതിനകത്ത് തന്നെ ഈ പറയുന്ന NDയും കോൺഗ്രസുമായിട്ട് 0.5% വ്യത്യാസമുള്ളതാണ് അവർ പറയുന്നത്. പക്ഷെ അതല്ല ഇവിടുത്തെ സാഹചര്യം. ഈ പറയുന്ന ഞങ്ങൾക്ക് എങ്ങനെ വന്നാലും ഇവർ രണ്ടുപേർക്ക് കിട്ടുന്ന വോട്ടിന്റെ അടുത്തോളം വോട്ട് ഞങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. 100% NDA കോട്ടയത്ത് ജയിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല.